എന്തുകൊണ്ടാണ് ഇപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് കേരള ദേവസ്വം ബോർഡെന്ന് പറയാത്തത്? തിരുവിതാംകൂർ മഹാരാജാവായിരുന്നു ഈ ക്ഷേത്രങ്ങളുടെ മുഴുവൻ അധികാരി. അപ്പോൾ ഭരണം മാറിയപ്പോൾ ഒരു കവനൻറ്റ് എഴുതി ഒപ്പിട്ടിട്ടാണ് ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ എക്സെപ്റ്റ് പത്മനാഭസ്വാമി ക്ഷേത്രം ഒഴികെ ബാക്കി ക്ഷേത്രങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കവനൻറ്റിൽ പറയുന്നുണ്ട് ഇത് നേരിട്ട് ഗവൺമെൻറ് നടത്താൻ പാടില്ല. ഇതിനു വേണ്ടി ഭക്തന്മാരുടേതായിട്ടുള്ള വിശ്വാസികളുടേതായിട്ടുള്ള ഒരു ബോർഡ് ഉണ്ടാവണം. ആ ബോർഡിനായിരിക്കണം പരമാധികാരം, അത് വിശ്വാസികളായിരിക്കണം ബോർഡിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെൻറ് നേരിട്ട് ഭരണത്തിൽ ഇടപെടാൻ പാടില്ല. അത് ശരിയുമാണ്, ഗവൺമെൻറ് നേരിട്ട് ഭരണത്തിൽ ഇടപെടുന്നില്ല. ഈ പിന്നീട് ബോർഡംഗങ്ങളെ നിയമിക്കുന്നതിൻ്റെ ഒരധികാരം ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ് എന്നുള്ളതിലൂടെ മാത്രമല്ലേ ഗവൺമെൻറ് ഇതിനകത്തൊരു സ്വാധീനമുള്ളൂ. അല്ലാതെ ബോർഡിൻ്റെ ദൈനംദിന ഭരണത്തിലൊന്നും ഗവൺമെൻറ് ഇടപെടുന്നില്ല. ഇവർ വലിയ പ്രചാരണം നടക്കുന്നുണ്ടായിരുന്ന ഇടയ്ക്ക് എന്താണ് അവിടുന്ന് പത്മനാഭസ്വാമി ഇവിടുന്ന് കിട്ടുന്ന പൈസ എല്ലാം കൊണ്ട് വേറെ പലതിനും കൊടുക്കുകയാണ്. അത് ധ്രുവീകരണം ഉണ്ടാവാനും ആശയക്കുഴപ്പമുണ്ടാക്കാനുമായിട്ട് ഗവൺമെൻറ് ദേവസ്വം ബോർഡിൻ്റെ 10 പൈസ പോലും തൊടാൻ സാധ്യവുമല്ല. എന്തിന് ദേവസ്വം ബോർഡിന് തന്നെ ഫിക്സഡ് ആയിട്ടിരിക്കുന്ന പൈസ എടുക്കാൻ സാധ്യമല്ല. കോടതി പറയണം അല്ല, പലിശ മാത്രം എടുത്തിട്ട് കാര്യങ്ങൾ നടത്താൻ അനുവാദമുള്ളൂ. അത്രയും നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് ഭക്തന്മാർ കൊണ്ടെടുത്ത പൈസ മുഴുവൻ എടുത്ത് വേറെ ആളുകൾക്ക് കൊടുക്കുന്നു എന്ന് പറയുന്ന വളരെ ഒരു ചെറിയ ഒരു ദുഷ്പ്രചരണമാണ്. ഇൻഫാക്റ്റ് ഗവൺമെൻറ് അങ്ങോട്ടാണ് കാശ് കൊടുക്കുന്നത്. ഇപ്പോൾ ദേവസ്വം ഈ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനുള്ള കമ്മിറ്റി വന്നപ്പോൾ അന്ന് ഞാൻ സർക്കാരിലിരിക്കുന്ന കാലമായതുകൊണ്ട് ഞാനാണ് ആദ്യമായിട്ടൊരു ബജറ്റ് ഹെഡ് ശബരിമല മാസ്റ്റർ പ്ലാനിന് വേണ്ടി ഉണ്ടാക്കുന്നത്. അന്ന് നമ്മൾ ഗവൺമെൻറ്റിനകത്തിരിക്കുകയല്ലേ, സാമാന്യം ഉയർന്ന ഒരു തലത്തിലിരുന്നത് കൊണ്ട് ഞാനാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഓഫ് അക്കൗണ്ട് ഉണ്ടാക്കുന്നതും 10 കോടി രൂപയോ മറ്റോ ആദ്യം വയ്ക്കുന്നത്. അതെന്തിനാണ്? ഓൺലി ഫോർ മാസ്റ്റർ പ്ലാൻ. ശബരിമലയ്ക്ക് അങ്ങോട്ട് പൈസ ഒന്നും കൊടുക്കുന്നില്ല, അങ്ങോട്ട് കൊടുക്കുന്നില്ല, ഇങ്ങോട്ട് എടുക്കുന്നുമില്ല. ബാങ്ക് കിട്ടുന്ന പൈസ കൃത്യമായിട്ട് കൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടോണം, അതിൻ്റെ പലിശ കൊണ്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടെന്നാണ്. FD പൊട്ടിക്കണമെങ്കിൽ വരെ കോടതി അറിയണം. പിന്നെ അത് വളരെ അക്കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ശബരിമലയിലെ പൈസ അടിച്ചു മാറ്റി എന്നൊക്കെ പറയുന്നത് ആരോപണം മാത്രമാണ്. പിന്നെ എണ്ണുന്ന വല്ലതും എടുത്ത് ചെവിയുടെ ഇടയിൽ അങ്ങനെ വെച്ചൊന്നും അതൊക്കെ പരിശോധിച്ചിട്ടാണ് കയറ്റുന്നത്. അങ്ങനെയൊക്കെയുള്ള കൊച്ചു കള്ളങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ബൾക്കായിട്ട് കിട്ടുന്നത് മുഴുവൻ ബാങ്കിലിടുക എന്നുള്ളത് തന്നെയാണ്. ഈ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന പൈസ ഉപയോഗിച്ച് ബാക്കി ക്ഷേത്രങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് പോകുന്നുണ്ട് പൈസ. കാരണം ദേവസ്വത്തിൻ്റെ ബോർഡിൻ്റെ വരുമാനത്തിൻ്റെ എനിക്ക് തോന്നുന്ന സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് എന്ന് പറയുന്നത് ഈ അന്നദാന പ്രഭുവായിട്ടുള്ള അയ്യപ്പൻ കൊടുക്കുന്നത് തന്നെയാണ്. പിന്നെ 4, 5, 10 ക്ഷേത്രങ്ങൾക്ക് താഴെ ഉള്ളൂ എന്തെങ്കിലും വരുമാനമുള്ളത്. ചെട്ടിക്കുളങ്ങര, മലയാലപ്പുഴ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ക്ഷേത്രങ്ങൾക്കേ ഉള്ളൂ അത് നടത്തിക്കൊണ്ട് പോകാം. ബാക്കി ക്ഷേത്രങ്ങൾ ഈ ജീവനക്കാർക്ക് ശമ്പളം എല്ലാം ഇവിടുന്ന് തന്നെയല്ലേ വരുന്നത്. ശബരിമലയിൽ നിന്നാണ്. അന്നദാന പ്രഭു തന്നെയാണ്, ശബരിമലയിൽ നിന്നുള്ള വരുമാനം തന്നെയാണ് ബോർഡിൻ്റെ ഏറ്റവും വലിയ വരുമാനം. അത് ദേവസ്വം ബോർഡ് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും പോകുന്നു. ദേവസ്വം ബോർഡിൻ്റെ ട്രാവൻകൂർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ, കൊച്ചിൻ ദേവസ്വം ബോർഡ് വേറെ, മലബാർ ദേവസ്വം അങ്ങോട്ട് പോകുന്നില്ല. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ മഹാരാജാവ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഈ ക്ഷേത്രങ്ങൾ പിന്നീട് ഏറ്റെടുത്ത ക്ഷേത്രങ്ങൾ. അങ്ങനെ ചില അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പറയുന്നതിന്. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നടത്തിക്കൊണ്ടു പോകുന്നത് അയ്യപ്പൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ ഈ അയ്യപ്പൻ്റെ ക്ഷേത്രം മാത്രം എടുത്ത് ഒരു ഓട്ടോണമസ് ട്രസ്റ്റായി കഴിഞ്ഞാൽ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഇല്ലാതാക്കുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് ബോർഡിന് പ്രാധാന്യവും ബോർഡിന് സ്ഥാനവുമുള്ള ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റിയോട് കൂടിയ ഒരു ഭരണ സംവിധാനമായിരിക്കണം ശബരിമലയുടേതെന്നാണ് ഞാൻ, വിത്ത് ഫങ്ഷണൽ ഓട്ടോണമി. അതേസമയത്ത് അതിന് കിട്ടുന്ന സമ്പത്ത് ദേവസ്വം ബോർഡിനോട് അവകാശപ്പെട്ടതാണ്. ശബരിമലയ്ക്കുള്ള പൈസ മാറ്റിവെക്കുക, ബാക്കി ദേവസ്വം ബോർഡിന് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ശുപാർശയായിരുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് സപ്പോസ് 250-300 കോടി രൂപ കിട്ടുമെങ്കിൽ ശബരിമല നടത്തിക്കൊണ്ട് പോകാൻ ഒരു വർഷം 100 കോടി രൂപ വേണം. ഡെഫിനറ്റ്ലി 100 കോടി രൂപ വേണം. ഒരു വർഷം ഒരു കലണ്ടർ ഇയർ നടത്തിക്കൊണ്ട് പോകാൻ ഏതാണ്ട് പിന്നെ മറ്റ് ചിലവുകളൊക്കെ ഉണ്ടല്ലോ, എല്ലാം കൂടെ റിപ്പയർ, മെയിൻ്റനൻസ് എല്ലാം കൂടെ ഒരു 100-100 കോടി രൂപ വേണം. 50-60 കോടി എന്തായാലും വേണം. അത് പൈസ മാറ്റി വയ്ക്കുക. അയ്യപ്പൻ തന്ന പൈസ അവിടുത്തെ ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി പണം ദേവസ്വം ബോർഡിന് കൊടുക്കണം. അവർ ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ. പിന്നെ ദേവസ്വം ബോർഡിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ശബരിമലയുടെ ഒരു യൂണിറ്റ് നടത്താനും സാധ്യമല്ല. ഇച്ചിരി അതൊക്കെ ഭരണപരമായി നമുക്ക് പലതും ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഫങ്ഷണൽ ഓട്ടോണമിയോട് കൂടി ഒരു കുറച്ച് ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓഫീസ് സംവിധാനം ഉണ്ട് എങ്കിൽ നമുക്ക് ശബരിമലയിലെ കാര്യങ്ങളിൽ ഒരുപാട് ക്രമീകരണം നടത്താൻ പറ്റും. ആൻഡ് സ്ലോ ഇംപ്രൂവ്മെൻറ്റ്. ഗവൺമെൻറ് കൺട്രോൾ പാടില്ല, വിശ്വാസികളായിരിക്കണം പ്രസിഡന്റും മെമ്പർമാരും. പക്ഷേ നമുക്കിവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ
പാർട്ടിയുടെ ആൾക്കാരാണ് ഇതിന്റെ തലപ്പത്തേക്ക് വരുന്നത്. അവിടെ അപ്പോയിന്റ്മെന്റുകൾ പാർട്ടി ആൾക്കാർ വരുന്നു. ദേവസ്വം ബോർഡ് കോളേജസിൽ അപ്പോയിന്റ്മെന്റ്, ദേവസ്വം ബോർഡ് സ്ഥാപനങ്ങൾ, ഇവര് പാർട്ടിക്കാര് വിശ്വാസികളാവണമെന്നില്ല. അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്ന ചോദ്യത്തിന് ഭരിക്കുന്ന പാർട്ടി ഭരിക്കുന്ന പാർട്ടിക്കാരല്ലാതെ പ്രതിപക്ഷത്തിന് വയ്ക്കും. അങ്ങനെയാണ് അങ്ങനെ രീതിയുണ്ടോ? അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് അവരുടെ പാർട്ടിക്ക് സപ്പോർട്ടുള്ളവരിൽ നിന്ന് വിശ്വാസികളും തോന്നുന്നവരെ വയ്ക്കും. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ട് എൽസ് ഈസ് പോസിബിൾ? വിശ്വാസികളാണെങ്കിൽ ഈ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഈ അമ്പലങ്ങള്, ചന്ദന, അമ്പലപ്പുഴ അമ്പലത്തിലെ പ്രശ്നം ഉണ്ടായിരുന്നു. ചന്ദനത്തിന്റെ ക്വാളിറ്റി അത് ഇവിടെയും കാണാൻ പറ്റും. പലപ്പോഴും കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള, പിന്നെ ബാക്കി പല റിച്വൽസിനും ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അപ്പൊ ഇതിലൊക്കെയുള്ള ഒരു ക്വാളിറ്റി മെയിൻ്റെനൻസ്, അതിനെയൊക്കെ നോക്കാനായിട്ടും ഒരു ബാധ്യതയില്ലേ? അപ്പോൾ ഈ ബോർഡിന് ബാധ്യതയാണല്ലോ, അവരുടെ മാത്രം ബാധ്യതയാണല്ലോ. ഭക്തന്മാരുടെ പൈസ കൊണ്ടാണ് ഈ സ്ഥാപനം നടക്കുന്നതെന്ന് ആദ്യം നമ്മൾ ധരിക്കണം. ഭക്തന്മാരുടെ ട്രസ്റ്റ് സൂക്ഷിക്കലാണ് ബോർഡിൻ്റെ ജോലി. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ സാമാന്യവൽക്കരിക്കേണ്ട കാര്യമില്ല. ഇത് അവരുടെ ജോലി തന്നെയാണ്. ഉണ്ണിയപ്പത്തിൽ മായം ചേർക്കാൻ പാടില്ല, ചന്ദനത്തിൽ മായം ചേർക്കാൻ പാടില്ല, ഒന്നിലും മായം ചേർക്കാൻ പാടില്ല. കാരണം ട്രസ്റ്റോടുകൂടി വിശ്വാസത്തോടുകൂടി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന അരവണയിലും അപ്പത്തിലും എല്ലാത്തിലും ആ വിശ്വാസത്തിൻ്റെ ഒരു നൈർമല്യം ഉണ്ടാവണം. അതിനിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ നേതാക്കളെയോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൽ പൊതുവേ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ധാർമ്മിക ച്യുതി അവിടെയും സംഭവിച്ചിട്ടുണ്ട്. അതിന് ഭക്തജനങ്ങളാണ് അതിന് ദേ ഷുഡ് ഹോൾഡ് ദി ബോർഡ് അക്കൗണ്ടബിൾ. അല്ല, അങ്ങനെ അല്ലാത്ത ബോർഡുകളും എല്ലാം കുറ്റമറ്റതാണോ? ഞാൻ പറയുന്നത്, നമ്മളൊരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുമ്പോൾ പൊളിറ്റിക്സ് ഈസ് ഫെയ്റ്റ് എന്ന് പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടാവും. ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേറെ പൊളിറ്റിക്കൽ പാർട്ടി നാളെ പിടിച്ചോണ്ട് വയ്ക്കാൻ പറ്റും? ഇല്ലല്ലോ. സോ ദേ ചൂസ് അമംഗ്സ്റ്റ് വാട്ട് എവർ ഈസ് ബെസ്റ്റ് അമംഗ് ദം. അത്രേ ഉള്ളൂ. ബാബു സാർ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് വളരെ എല്ലാവരും അപ്രൂവ് ചെയ്തിട്ടുണ്ട്. I don't want to comment on these individual these things. സിസ്റ്റമിക് ഫെയിലിയർ ആണ് എല്ലായിടത്തും ഉണ്ട്. ധാർമ്മികമായിട്ടുള്ള ച്യുതി. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ബോർഡിലെ അംഗങ്ങൾ ആരാണെന്നുള്ളത് ഈസ് ഇമ്മെറ്റീരിയൽ. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പത്തിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടത് അവിടെ ചാർജുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അയാളത് ചെയ്യുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് ഹിസ് പേഴ്സണൽ ഫെയിലിയർ. അയാളുടെ പ്രൊഫഷണലിസം ഇല്ലായ്മയാണ്. മനസ്സിലായില്ലേ? അതിന് നമുക്കെങ്ങനെ പ്രതികരിക്കാം? അതാണ് ആലോചിക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് നിങ്ങൾ വയ്ക്കുന്ന ബോർഡംഗങ്ങൾ നല്ലതാണ്, നല്ലതുവരെ വയ്ക്കണമെന്നല്ല. അതൊന്നും അല്ല ഇതിൻ്റെ ഈ കാരണവും കാര്യമായിട്ടുള്ള നിങ്ങളുടെ ലിങ്കേജ് ശരിയല്ലെന്ന് ഞാൻ പറയുന്നത്. എത്രയോ ക്ഷേത്രങ്ങളിൽ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ഉണ്ട്. ബിക്കോസ് ദേ ബിലീവ് ഇൻ ഇറ്റ്, ദേ ഹാവ് എ ട്രസ്റ്റ് ഇൻ ദംസെൽസ്. അതല്ല ഇത് കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള അവസരമാണെന്ന് ഒരുത്തം വിചാരിച്ച് ഇറ്റ് ഈസ് ഹിസ് പേഴ്സണൽ ഫെയിലിയർ. മനസ്സിലായില്ലേ? അത് നമ്മുടെ സൊസൈറ്റിയിൽ തന്നെയുള്ളൊരു ധാർമ്മികതയുടെ ഒരു അപജയമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എവിടെയും അമ്പലത്തിൽ മാത്രമല്ല, ആശുപത്രികളിലും ഇല്ലേ. ഐ തിങ്ക് അതെനിക്ക് തോന്നുന്നു അത് ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഓൺ ഫോർ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്. കാരണം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റുമായിട്ടും PWDയുമായിട്ടും ഒക്കെയുള്ള ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോർഡിനേഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് റോളുണ്ട് എന്നുള്ളതല്ലാതെ ക്ഷേത്ര നടത്തിപ്പിൽ ഗവൺമെൻറ്റിന് കൂടുതൽ റോള് വേണമെന്ന് ഈ ഗവൺമെൻറ് എന്നല്ല ഒരു ഗവൺമെൻറ്റും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പറയാൻ സാധ്യവുമല്ല. ബിക്കോസ് ഇറ്റ് വയലേറ്റ്സ് ദ കവനൻറ്റ്. മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി അംബിഷ്യസ് തിങ്. ഒന്ന് ഒരു വിഷനോട് കൂടി 2040 ഇത് എങ്ങനെ ഇരിക്കണം എന്നൊക്കെയുള്ള വിഷനോട് കൂടി ചെയ്യുമ്പോൾ ഒരുപാട് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. കാരണം നോബഡി വോണ്ട്സ് ടു ലിസൺ ടു ദി ഇക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ്. അതൊരു സസ്റ്റൈനബിളായിട്ട് ഇത് ചെയ്യണമെന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. നമുക്കിത് ഇടിച്ചു നിരത്താൻ, ടൗൺഷിപ്പ് ഉണ്ടാക്കി കളയാം, ഇതൊക്കെ പ്രതിരോധിക്കുക എന്ന് പറയുന്ന വലിയ ജോലിയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ വലിയ ശത്രുവായിട്ടാണ് പലപ്പോഴും കരുതുന്നത്. ഇൻഫാക്റ്റ് ഐ ഫീൽ പ്രൗഡ് ദാറ്റ് ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുവാദത്തോടു കൂടി 150 മരം മുറിച്ചോട്ടെ എന്ന് ചോദിച്ചു. എത്ര റോഡ് വൈഡനിങ് അവർ സമ്മതിച്ചു. ഞാൻ അതിനകത്ത് 75 പേരെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഐ സെറ്റ് മുറിക്കേണ്ട കാര്യമില്ല, ഈ അറ്റത്ത് നിൽക്കുന്ന മരം അവിടെ നിൽക്കട്ടെ. ഞാൻ ഓരോ മരത്തിൻ്റെ അടുത്തും പോയിട്ടാണിത് കാണിച്ചത്, മുറിക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ ഒരു പേഴ്സണൽ ചോയ്സാണ്. ഞാൻ കൂടെ അവിടെ സുബ്രഹ്മണ്യ റോഡിൽ കൂടെ, സ്വാമി അയ്യപ്പ റോഡിൽ കൂടെ നടന്ന് കയറുമ്പോൾ ഞാൻ മരത്തിനോട് പറയും ഞാനാണ് നിർത്തിയിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഇപ്പോൾ എപ്പോഴേ പോയേനെ. അത് നമ്മളുടെ ഒരു കമ്മിറ്റ്മെൻറ്റാണത്. എന്തിനാണ് ആവശ്യമില്ലാതെ മുറിക്കുന്ന ഒരു ചെറിയ റോഡിൽ തിരുന്ന് വളഞ്ഞാൽ പോരെ? അപ്പോൾ ഗവൺമെൻറ്റിന് അതിനകത്ത് റോളെന്ന് പറയുന്നത് ഒരുപാട് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോർഡിനേഷൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ നടപ്പിലാവുമ്പോൾ ഗവൺമെൻറ്റിന് റോളുണ്ട്. അതുകൊണ്ടാണ് ബജറ്ററി സപ്പോർട്ട് വച്ചിരിക്കുന്നത്.
ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഗവൺമെൻറ് ഇസ് ഇൻ്റർഫിയറിംഗ് ഇൻ ദി ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ഓർ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് ഇടപെടുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നത് ഇറ്റ് ഈസ് മിസ്ചിവസ്. സാർ, ഇപ്പോഴത്തെ പ്രശ്നത്തില് ഇത് 2019 നടന്ന ഒരു സംഭവം 2025 ഒരാൾ ഈ പറയുന്ന പ്രതി എന്ന് പറയുന്ന ആൾ വിളിച്ചു പറയുന്നത് വരെ ഈ ബോർഡോ ആരും അറിയാതെ പോകുന്ന സിസ്റ്റത്തിന്റെ ഫെയിലിയർ അല്ലേ? I don't want to comment on that because the whole society is commenting on it. അല്ല സാർ, ഒരു സിസ്റ്റം ഫെയിലിയർ ആണല്ലോ. ഓഡിറ്റ് ഉണ്ട്, കോർട്ടിന്റെ മോണിറ്ററിംഗ് ഉണ്ട്, എന്നിട്ടും ഇത് ആരും നോട്ടീസ് ചെയ്യാതെ പോകുന്നത് എന്തായിരിക്കും? അല്ല, അതിനകത്ത് ഇപ്പം കോടതിയിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ വാട്ട് സർപ്രൈസസ് മീൻസ് അവിടുന്ന് എങ്ങനെ ഒരു സാധനം പുറത്തു കൊണ്ടുപോയി എന്നുള്ളതാണ്. അത് സ്വർണം പോയിട്ട് ചെമ്പ് പോലും അവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ല. ഇത് അയ്യപ്പൻ്റെ സന്നിധിയാണ്, അവിടെ വെച്ച് റിപ്പയർ ചെയ്യുന്നതിന് വരെ എന്തിനു പുറത്ത് കൊണ്ടുപോയി? എനിക്കതിന് ഉത്തരം കിട്ടിയിട്ടില്ല കേട്ടോ. അല്ല, അത് ഈ മാനുവൽ ആണോ സാർ പറയുന്നത്? കൊണ്ടുപോകാൻ പാടില്ല, കോടതിയും പറഞ്ഞിട്ടുണ്ട്, മാനുവലും പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പൻ്റെ ഒരു സാധനം എടുത്തുകൊണ്ട് അങ്ങനെ പോകാൻ പാടില്ല, അവിടെ വെച്ച് ചെയ്യണം. ഓഡിറ്റ് സിസ്റ്റം ഒക്കെ വളരെ ലെറ്റ് us not comment on it because it is being scrutinized by several agencies. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയമാണ്. എന്നെ ഇൻട്രിഗ് ചെയ്യുന്നതാണ്, എന്തിനിത് കൊണ്ടുപോയി? അവിടെ വെച്ച് ചെയ്യേണ്ട ഒരു കാര്യം അവിടെ വെച്ച് ചെയ്യുന്നതിന് വരെ എന്തിനു മദ്രാസിൽ ഈ പ്രക്രിയ ഒരു ഫാക്ടറിയിൽ വെച്ച് നടത്തേണ്ടതാണ് ബോർഡ്. ഐ ഡോണ്ട് വാണ്ട് ടു കമന്റ്. എടുത്തുകൊണ്ട് പോയത് ശരിയല്ല.